നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടങ്ങൾ പറഞ്ഞു, IVC പറഞ്ഞു, വേദിക് പീരീഡ് പറഞ്ഞു, മഹാജനപദ പറഞ്ഞു. നമ്മൾ അഞ്ചാമത്തെ ടോപ്പിക്കായിട്ടുള്ള സർട്ടൻ ഏർലി റിലീജിയസ് ഫിലോസഫീസിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ചാപ്റ്ററായിട്ടായിരിക്കും നമ്മൾ മൗര്യൻസിനെ കുറിച്ചും ബാക്കിയുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റിലീജിയൻ എന്ന് പറയുന്ന ടോപ്പിക്, ഏർലി റിലീജിയസ് ഫിലോസഫി കുറച്ച് ആർട്ട് ആൻഡ് കൾച്ചർ കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ്. റിലീജിയൻ എന്ന് പറയുന്നത് തന്നെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നോർമലി അവിടെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളതെങ്കിലും നമ്മൾ ഇത് പറഞ്ഞാൽ അടുത്ത മൗര്യൻസിൻ്റെ ഈ ബുദ്ധമതം ജൈനമതം ഒക്കെ പറയത്തില്ലേ, അതൊക്കെ പറയണമെങ്കിൽ ഇത് ആദ്യം ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഏർലി റിലീജിയസ് ഫിലോസഫീസ്. ഏകദേശം വേദിക് കാലഘട്ടം, അതായത് ലേറ്റർ വേദിക് കാലഘട്ടം, ഒരുപാട് ചേഞ്ചസിന് വിധേയമായ കാലഘട്ടമാണല്ലേ ലേറ്റർ വേദിക് കാലഘട്ടം. നമ്മൾ കണ്ടതാണ് റിലീജിയനിൽ, വേദിക് റിലീജിയനിൽ തന്നെ ചേഞ്ചസ് വന്നായിരുന്നു. പണ്ട് നേച്ചറിനെ വർഷിപ്പ് ചെയ്ത ആൾക്കാർ പതുക്കെ പതുക്കെ ഒരു സുപ്രീം ഗോഡ്, ആദി പുരുഷൻ എന്നൊരു കോൺസെപ്റ്റ് വന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇതും പോരാഞ്ഞിട്ട് ഈ ബുദ്ധമതം ജൈനമതം തുടങ്ങിയിട്ടുള്ള അൺഓർത്തഡോക്സ് ആയിട്ടുള്ള സെക്റ്റുകൾ എമേർജ് ആവുന്ന ഈ സമയത്താണ്. പൊളിറ്റിക്കൽ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മഹാജനപദ പീരീഡാണ് ലേറ്റർ വേദിക് കാലഘട്ടം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ പറ്റും. ഇപ്പൊ വേദിക് മതം കുറച്ച് എന്താകാൻ തുടങ്ങി, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യപ്പെടാൻ തുടങ്ങി. ഓക്കെ, പണ്ട് ഏർലി വേദിക് കാലഘട്ടത്തിൽ ഈ ചാതുർവർണ്ണ സിസ്റ്റമോ റിച്വൽസോ അങ്ങനെയൊന്നും അധികം കാണാൻ പറ്റില്ല. ലേറ്ററിലേക്ക് വന്നപ്പോൾ റിച്വൽസിന്റെ എണ്ണം കൂടി, ബ്രാഹ്മിക്കൽ ഡോമിനേഷൻ വരാൻ തുടങ്ങി. വേദിക് മതങ്ങളിലും വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ വേദിക് മതങ്ങളിൽ പിൽക്കാലങ്ങളിൽ അങ്ങോട്ട് ചില ഇന്റർപ്രിട്ടേഷൻസ് വരാൻ തുടങ്ങി. പുതിയ പുതിയ ഫിലോസഫീസ്, വേദങ്ങൾ ബേസ് ചെയ്തും അല്ലാതെയുമായിട്ട് ചില ഫിലോസഫീസ് ഈ കാലഘട്ടങ്ങൾ എമേർജായി വരുന്നുണ്ട് ലേറ്റർ വേദിക് പീരീഡിൽ. അത്തരം ഫിലോസഫീസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കുക, അന്നത്തെ റിലീജിയസ് ഫിലോസഫീസ് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. One is Astika school of philosophy, Astika school, and the second one is Nastika school. Astika school of philosophy, Nastika school of philosophy. Astika എന്ന് വെച്ചാൽ കുറച്ച് ഓർത്തഡോക്സ് ഫിലോസഫിയാണ്. ഓക്കെ, കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫിലോസഫിയാണ് ആസ്തിക. നാസ്തിക കുറച്ച് അൺഓർത്തഡോക്സ് ആണെങ്കിൽ ഹെറ്ററോഡോക്സ് ആണ്. ഓക്കെ, അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഫിലോസഫിയാണ് നാസ്തിക സ്കൂൾ. ഇങ്ങനെ അന്നത്തെ ഏർലി റിലീജിയസ് ഫിലോസഫിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർത്തഡോക്സ് സ്കൂളായിട്ടുള്ള ആസ്തിക അവർ വേദങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ പല പല തിയറീസ് മുന്നോട്ട് വയ്ക്കുമ്പോഴും അവരെന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും? വേദങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് വേദങ്ങൾ ഇവർ തള്ളിപ്പറയില്ല, വേദങ്ങൾ തെറ്റാണ് എന്ന് വാദിക്കാനും പോകത്തില്ല. ഓക്കെ, വേദങ്ങളും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഫിലോസഫീസ് മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരാണ് ഈ ആസ്തിക സ്കൂൾസ്. ഓക്കെ, ദേ ബിലീവ്സ് ഇൻ ദി അതോറിറ്റി ഓഫ് വേദാസ്. വേദങ്ങൾ അല്ലെങ്കിൽ വേദങ്ങൾക്കകത്ത് പറയുന്നത് നല്ലതാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഓക്കെ, അത് ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അടുത്ത ചോദ്യമാണ്. പക്ഷെ വേദങ്ങൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ നാസ്തിക സ്കൂൾ അവർ ഒരു രീതിയിലും വേദങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. വേദങ്ങൾ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ വേദങ്ങൾക്കകത്ത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുകയും ചെയ്യും അവർ. അതാണ് നാസ്തിക സ്കൂൾസിന്റെ പ്രത്യേകത. ഓർത്തഡോക്സ് സ്കൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വരുന്ന ഗ്രൂപ്പാണ് നാസ്തിക സ്കൂൾസ്. ഓക്കെ, ഈ ആസ്തിക സ്കൂൾസിനകത്ത് തന്നെ മെയിൻലി 6 ടൈപ്പ് ഓഫ് ഫിലോസഫീസ് ഉണ്ട്. 6 സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് പിൽക്കാലങ്ങളിൽ എമേർജാണ്. അവരെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആസ്തിക സ്കൂൾസ് എന്ന് അറിയപ്പെടുന്നത്. 6 ഫിലോസഫീസ്. ഒന്ന് സാഖ്യ ഫിലോസഫി. ഓക്കെ, സാഖ്യ ഫിലോസഫി, യോഗ ഫിലോസഫി, ന്യായ ഫിലോസഫി, വൈശേഷിക ഫിലോസഫി, മീമാംസ, വേദാന്ത. മീമാംസ, വേദാന്ത, 6 സ്കൂൾസ്. സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക, മീമാംസ, വേദാന്ത. ഈ മീമാംസ സ്കൂളിനെ ചില കോണ്ടെക്സ്റ്റിൽ പൂർവ മീമാംസ എന്നും പറയും, പൂർവമീമാംസ. വേദാന്ത സ്കൂളിനെ ചില കോണ്ടെക്സ്റ്റിൽ ഉത്തര മീമാംസ എന്നും പറയും. ഓക്കെ, വേദാന്ത സ്കൂളിനെ ഉത്തര മീമാംസ എന്നും പറയും. മീമാംസ സ്കൂളിനെ പൂർവ മീമാംസ എന്നും പറയും. പൂർവമീമാംസ, ഉത്തരമീമാംസ, അങ്ങനെ 6 സ്കൂൾസ്.
ഇതിൽ ആദ്യം പറഞ്ഞ 4 സ്കൂൾസ് സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക, അവര് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് വേദങ്ങൾ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ 6 സ്കൂൾസും വേദങ്ങളെ ബിലീവ് ചെയ്യുന്നതും വേദങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഫിലോസഫി കുറച്ചുകൂടി വേദങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. വേദങ്ങളുണ്ട്, ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ഫിലോസഫി ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് വേദാസ്. വേദങ്ങളിലുള്ള പോലെ അല്ല ഞങ്ങളുടെ ഫിലോസഫി എന്ന് പറയുന്ന ആൾക്കാരാണ് ആദ്യത്തെ 4 സ്കൂൾസ്. പക്ഷെ അവസാനം പറഞ്ഞ മിമംസ ആൻഡ് ദിസ് വേദാന്ത ഫിലോസഫീസ്, അല്ലെങ്കിൽ പൂർവമംസ, ഉത്തരമംസ, ഇത് രണ്ടും കംപ്ലീറ്റ്ലി ദേ ആർ ബേസ്ഡ് ഓൺ വേദാസ്. വേദാസിനെ വെച്ചിട്ട് വന്നിട്ടുള്ള 2 സ്കൂൾസ് ആണ് പൂർവമംസയും ഉത്തരമംസയും. ഓക്കെ, കംപ്ലീറ്റ്ലി വേദങ്ങളെ ബിലീവ് ചെയ്യുന്നവരാണ് ഇവർ. വേദങ്ങളെ ബിലീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ദേ ആർ ഇൻഡിപെൻഡന്റ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നാസ്തിക സ്കൂൾസിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് ബുദ്ധിസം, ജൈനമതം, അജീവികാസ്, ചാർവകാസ്, ഇതെല്ലാം വരുന്നത് നാസ്തിക സ്കൂളിലാണ്. ഇവരാരും എന്തിനെ ബിലീവ് ചെയ്യുന്നില്ല? വേദങ്ങളെ ബിലീവ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഒരു എത്തീസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ട് കൂടി വേണമെങ്കിൽ കണക്കാക്കാം. ഇവർ ദൈവങ്ങളെ പോലും ഒരു പരിധിക്കപ്പുറം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓക്കെ, ബുദ്ധിസത്തിലാണെങ്കിലും ജൈനമതത്തിലാണെങ്കിലും ചാർവക സെക്ട് ആണെങ്കിലും അജീവികാസ് ആണെങ്കിലും എത്തീസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും.